നോമ്പുള്ളൊരു ദിവസത്തെ എൻ്റെ ഈവനിങ് റൂട്ടീൻ കണ്ടാലോ ഇന്ന്. ഓഫീസിൽ നിന്ന് തിരിച്ചെത്തി കഴിഞ്ഞാൽ പിന്നെ ബാഗൊക്കെ റൂമിൽ വെച്ച് നേരെ അടുക്കളയിലോട്ട് ഒരു ഓട്ടോ. അത്ര ധൃതി എന്തിനാന്ന് വെച്ചാൽ വർക്ക് കഴിഞ്ഞ് റൂം എത്തുമ്പോൾ തന്നെ 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെയാണെങ്കിൽ 6:35 കേട്ടോ ബാങ്ക് വിളിക്കുന്നത്. അങ്ങനെ അടുക്കളയിലോട്ട് കാലെടുത്ത് വെച്ച് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്. അത് ഇൻഡക്ഷൻ കുക്കറിലോട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നോമ്പ് തുറയ്ക്കുള്ള പ്രിപ്പറേഷൻ. പിന്നെ കത്തി എടുക്കലായി, മുറിക്കലായി, നിരത്തലായി, ആകെ മൊത്തം ഇത്തിരി പോകുന്ന അടുക്കളയിൽ മാരത്തോൺ ഓട്ടോ ആയിരിക്കും. റൂംമേറ്റ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. ഓരോ ദിവസവും എന്താ പ്രിപ്പയർ ചെയ്യാന്ന് പോലും ഞങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടാകും. കൺമുന്നിൽ ഏത് ഫ്രൂട്ടാണോ കാണുന്നത് അതെടുത്ത് മിക്സിയിലിട്ട് 2 കറക്കങ്ങ് കറക്കും. ഇന്നിപ്പോൾ ഇവിടെ ഞങ്ങളുടെ കത്തിക്ക് മുന്നിൽ കീഴടങ്ങിയത് കുറച്ച് പേരക്കയും പപ്പായൊക്കെ ആട്ടോ. അങ്ങനെ അതൊക്കെ മുറിച്ച് റെഡിയാക്കി. ധൃതി പിടിച്ച പണിയുടെ ഇടയിലും ഞങ്ങളുടെ സൊറ പറച്ചിലിന് ഒരു കുറവില്ല. ബാക്ക്ഗ്രൗണ്ടിൽ അവളുടെ ചുണ്ടനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അന്നത്തെ ദിവസം ഓഫീസിലുണ്ടായ വിശേഷങ്ങളും നാട്ടിലെ വിശേഷങ്ങളും എന്ന് വേണ്ട ആഗോള ചർച്ചകളെല്ലാം ഞങ്ങളുടെ ടോപ്പിക്കിൽ പെടും. പിന്നെ സ്ലാബിന്റെ മുകളിൽ 2 പഴം ഇരുന്ന് ചിരിക്കണ കണ്ടപ്പോൾ അതിനെ അങ്ങ് കഷ്ണങ്ങളായി മുറിച്ച് നെയ്യിലിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ആർഭാടം ഒട്ടും കുറയ്ക്കണ്ട. ജ്യൂസിനായിട്ട് പൈനാപ്പിളും പിന്നെ മെസ്സിന്ന് ലൈം ജ്യൂസും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ നോമ്പ് മുറിക്കാനുള്ള ഐറ്റംസ്. ആർഭാടം കുറച്ചധികം ആയിപ്പോയോ? പിന്നെ ഒരു സാധനം കാണിച്ചു തരാൻ വിട്ടു. ഇത് കണ്ടോ, കസ്റ്റമൈസ്ഡ് ഡേറ്റ്. പുറമെ കാണുന്ന ഷേപ്പ് മാത്രമല്ല ആൽമണ്ട് ഒക്കെ സ്റ്റഫ് സ്പെഷ്യലി കസ്റ്റമൈസ് ചെയ്തത്. ഇതിന്റെ പുറകിലെ തലച്ചോറ് ആരുടെയാന്ന് ഞാൻ പറയണ്ടല്ലോ. അപ്പൊ ഇതൊക്കെയാണ് റമളാനിലെ എന്റെ ഒരു ഈവനിങ് പരിപാടികൾ എന്ന് പറയുന്നത്. ഇന്നത്തേക്ക് അത്ര ഉള്ളൂ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ.